ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം 17-ാമത്തെ വാക്യമാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ലഭിക്കുന്ന ഓരോ കൃപാവരങ്ങളും, അത് രോഗശാന്തിപരമാകട്ടെ, പ്രവചനപരമാകട്ടെ, ശുശ്രൂഷയ്ക്കുള്ള വരമാകട്ടെ, ഇടയപരിപാലന വരമാകട്ടെ, എന്ത് സഹായത്തിനുള്ള വരമാകട്ടെ, അനേക വരങ്ങളുണ്ട്. കഷ്ടത അനുഭവിക്കുവാനുള്ള വരമാകട്ടെ, എന്ത് വരം തന്നെയാണെങ്കിലും അത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നത് ഈ കഷ്ടത എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, കഷ്ടത ഒരു വരമാണ്, അത് ദൈവം വെച്ചതാണ്. അതെ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുവദിക്കുന്ന കഷ്ടതകൾ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് നാം പിറുപിറുക്കേണ്ട ആവശ്യമില്ല. കൃപാവരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഓരോ കൃപാവരങ്ങളും അത് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. ഇന്ന് അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവരും കൃപാവരങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ അവർ കൃപാവരങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ കൃപാവരങ്ങളെ കൊടുത്ത കർത്താവിനെ അവർ പതുക്കെ മാറ്റി നിർത്തുന്നത് കാണുവാൻ സാധിക്കും. അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കൃപാവരങ്ങളെ അവൻ നമുക്ക് തരുന്നത് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അവനോട് കൂടെ ഇരിക്കുവാൻ, അവനോട് കൂടെ സഞ്ചരിക്കുവാൻ, അവനോടൊപ്പം സമയം ചെലവഴിക്കുവാൻ സമയമില്ലാതെ വണ്ണം ചിലർ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കൃപാവരങ്ങൾ ഉപയോഗിക്കണം, അനേകർക്ക് പ്രയോജനപ്പെടുത്തണം, പ്രവചന മരത്തെ വാഞ്ചിക്കണം, കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കണം. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ യേശു കർത്താവിനോടൊപ്പം ചെലവഴിക്കുവാൻ, നമ്മുടെ പോക്കിലും നമ്മുടെ വരവിലും നമ്മുടെ ഇടപാടുകളിലും നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം അറിയുന്ന ആ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ തക്കോണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് നമ്മുടെ സമയം അവന് കിട്ടുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് അനേകരും കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാനില്ലാത്ത രീതിയിൽ കൃപാവരങ്ങളിലും ശുശ്രൂഷകളിലും ബദ്ധപ്പാടുകളുമായിട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനോടൊപ്പം നാം ആയിരിക്കണം, അവനോടൊപ്പം സമയം ചെലവഴിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ മുഖാന്തരം ആർക്കെങ്കിലും നന്മയോ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മഹത്വം ഒരിക്കലും നാം എടുക്കുവാനായിട്ട് പാടില്ല. കാരണം അത് കർത്താവാണ് നമുക്ക് തന്നത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമുക്ക് തന്നത് എന്നുള്ള ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ. എന്നാൽ പിശാച് നമ്മെ തന്നെ നെഗളിയാക്കുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ഉന്നത ചിന്തകളിലേക്ക് കൊണ്ടുപോയി അവൻ തള്ളിയിടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം തന്നതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. പിശാചാകട്ടെ, മനുഷ്യനാകട്ടെ, ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും അത് അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഗമനത്തിലും ആഗമനത്തിലും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കും. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ സന്തോഷിക്കും. ശത്രു ഒരുക്കിയിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും ചതികളിൽ നിന്നും വലകളിൽ നിന്നും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ വിടുവിക്കും. അവൻ നല്ലവനായ ദൈവമാണ്. ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം കൂടിയിരിക്കും. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.